ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എന്നത്തെയും പോലെ തന്നെ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങൾ ഇന്ന് തുടങ്ങാം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി റെഡിയാക്കിയിരിക്കുന്നത് ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ബീഫ് കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ബീഫ് വിത്ത് ബോൺ കറിയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിയും പിന്നെ ചൂട് ചായ പതപ്പിച്ച് ഏലക്കയൊക്കെ ഇട്ട് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചായ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എടുക്കുകയാണ്. എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന 2 ചപ്പാത്തിയും അതുപോലെ തന്നെ കുറച്ച് പീസും കാര്യങ്ങളും അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഫ്രൂട്ടായിട്ട് ഒരു ഓറഞ്ച് കഴിച്ചു. സീഡ്ലെസ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല മധുരമൊക്കെയുള്ള അടിപൊളി ഓറഞ്ച്. അതിനുശേഷം ഒരു മാംഗോ എടുത്തു. ഒരു മാംഗോ എടുത്തിട്ട് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ചാലിച്ച് അത് കഴിച്ചു. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇങ്ങനെ പഴുത്ത മാങ്ങ ഇങ്ങനെ മുളക് പൊടി ഉപ്പും ചേർത്ത് കഴിക്കുന്നത്. അതിനുശേഷം ലഞ്ചിൻ്റെ വിശേഷത്തിലേക്ക് പോയി. ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചൂട് ചോറ്, പിന്നെ ചമ്മന്തിപ്പൊടി, പിന്നെ കുഞ്ഞൻ മത്തി മുറുക്കി പൊരിച്ചത്, പിന്നെ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് വെണ്ടയ്ക്ക തേങ്ങാപ്പാൽ കറി എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. റെസിപ്പിയും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ മുട്ട ചിക്കിയത് തേങ്ങയും തക്കാളിയും സവോളയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒരു 3-4 മുട്ട എടുത്തിട്ട് നന്നായിട്ട് ചിക്കി പൊരിച്ചത്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ച് സ്പെഷ്യൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കാണിച്ച ഐറ്റംസ് എല്ലാം പ്ലേറ്റിലേക്ക് വിളമ്പി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ചോറെടുത്തു, ചമ്മന്തി എടുത്തു, ഒരു പപ്പടം പൊരിച്ചതെടുത്തു, പിന്നെ 3-4 ഫിഷ് ഫ്രൈ കുഞ്ഞൻ മത്തി പൊരിച്ചതെടുത്തു, പിന്നെ കുറച്ച് കൂടുതൽ മുട്ട ചിക്കിയത് തേങ്ങ ഇട്ടിട്ടുള്ള മുട്ടത്തോരൻ എടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് കൂടുതൽ നമ്മുടെ വെണ്ടയ്ക്ക തേങ്ങാപ്പാൽ കറി. ആ വെണ്ടയ്ക്ക തേങ്ങാപ്പാൽ കറിയും ആ മത്തി പൊരിച്ചതും ആ പപ്പടവും ചമ്മന്തിയൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ പല രീതിയിൽ ഈ വെണ്ടയ്ക്ക നമുക്ക് വെക്കാം. വെണ്ടയ്ക്ക എന്ന് പറയുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് പോകും. എനിക്ക് വെണ്ടയ്ക്ക ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തനി നാടൻ ഉച്ചയൂണൊക്കെ കഴിച്ചു. അതിനുശേഷം മധുരം എന്തെങ്കിലും കഴിക്കാൻ തോന്നിയപ്പോഴത്തേനും ഒരു പീസ് പ്ലം കേക്ക് എടുത്ത് കഴിച്ചു. അതിനുശേഷം പിന്നീട് എന്തെങ്കിലും സ്നാക്കായിട്ട് കഴിക്കാൻ തോന്നിയപ്പോഴത്തേനും പിന്നെ സാറായ്ക്കും ഫേവറേറ്റ് ആണ് അച്ചപ്പം എന്ന് പറയുന്നത്. അപ്പോൾ അച്ചപ്പം സാറായ്ക്ക് വേണ്ടി എടുത്തു. അപ്പോൾ ഞാനും ഒരു അച്ചപ്പം കഴിച്ചു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ക്രിസ്പി അടിപൊളിയായിട്ടുള്ള അച്ചപ്പം. അപ്പോൾ അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ 1-2 പീസ് ചോക്ലേറ്റ്, നമ്മുടെ ദുബായ് വൈറൽ ചോക്ലേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് 2-3 പീസ് ചെറിയ പീസ് ചോക്ലേറ്റ് ഒക്കെ കഴിച്ചു. അതിനുശേഷം ഈവനിങ് ഒരു 5:30-6 ഒക്കെ ആയപ്പോഴത്തേനും ഈവനിങ് ടീ ടൈം ആയപ്പോഴത്തേനും എന്നത്തെ പോലെ തന്നെ ഒരു കപ്പ് ചൂട് ചായയും. ചായക്ക് കഴിക്കാനായിട്ട് കപ്പ വറുത്തത്, ചിപ്സ്, പിന്നെ കുറച്ച് നമ്മുടെ അരി ഞുറുക്ക്, അതുപോലെ തന്നെ കുറച്ച് റസ്ക് എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മൾ അത് കഴിച്ചു. വൈകുന്നേരത്തെ ടീയും അതുപോലെ തന്നെ പല കൂട്ടം സ്നാക്സും കാര്യങ്ങളും. പിന്നെ ഡിന്നർ വിശേഷം എന്ന് പറയുമ്പോഴത്തേനും രാത്രി ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി പുട്ടും മുട്ട റോസ്റ്റും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇക്കാക്ക് വേണ്ടി വിളമ്പുകയാണ്. എനിക്ക് പുട്ടിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പുട്ടും മുട്ട റോസ്റ്റും കഴിക്കുന്നില്ല. എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത് ചപ്പാത്തിയും നമ്മുടെ ഉച്ചയ്ക്കത്തെ വെണ്ടയ്ക്ക തേങ്ങാപ്പാൽ കറി ഉണ്ടല്ലോ അതും പിന്നെ കുറച്ച് കുഞ്ഞൻ മത്തി പൊരിച്ചതും ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ എനിക്ക് ഡിന്നറിന് വേണ്ടി എടുത്തിരുന്നത്. വളരെ ടേസ്റ്റാണ്. എനിക്ക് ചപ്പാത്തിക്ക് ഇതുപോലത്തെ ഒഴിച്ചുകറികളൊക്കെ ചേർത്തിട്ട് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഒരു വെണ്ടയ്ക്ക തേങ്ങാപ്പാൽ കറി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കുഞ്ഞൻ മത്തി ഉച്ചയ്ക്ക് പൊരിച്ച ബാലൻസ് ഉണ്ടായിരുന്ന കുഞ്ഞൻ മത്തി എല്ലാം കൂടി ഞാൻ ഡിന്നറിനായിട്ട് എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു, വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വീക്ക് ഡേ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടേസ്റ്റി ഹോംലി മീൽസ് ഒക്കെയാണ്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.